ഇരുട്ടിനെ പൂർണ്ണമായും നീക്കാൻ കഴിയുമായിരുന്നില്ല കത്തിനിന്ന ആ മെഴുകുതിരിയുടെ കൊച്ചു വെളിച്ചത്തിന്. എങ്കിലും ആ മെഴുകുതിരി എല്ലാവർക്കും ആകും പോലെ തൻ്റെ പ്രകാശം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുട്ടിൻ്റെ നിഴൽ വീഴുമ്പോഴേക്കും എല്ലാവരും തന്നെ തിരയുമായിരുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ കഴിയുമ്പോൾ എന്നെ അണച്ച് എവിടെയെങ്കിലും ശ്രദ്ധയില്ലാതെ വയ്ക്കും. ആ, ഇന്നത്തെ എൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ. പിന്നെ എന്നെ തിരയുന്നത് ഇരുട്ടിൻ്റെ നിഴൽ വീഴുമ്പോഴാണ്. ഓരോ രാത്രിയിലും എൻ്റെ നെറുകിൽ കൊളുത്തുന്ന കൊള്ളി കൊണ്ട് ഞാൻ ഇത്രയും ഉരുകി തീർന്നിരിക്കുന്നു. ഇനി കുറച്ച് നാളുകളിലെ ഇരുട്ടിൽ മാത്രമേ എനിക്ക് പ്രകാശിക്കാൻ കഴിയൂ എന്നെനിക്കറിയാം. ഞാൻ ഓരോ ദിവസവും ഉരുകിത്തീരുന്നതും എൻ്റെ ശോഷിപ്പും അവർ കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഉരുകിത്തീർന്നാലും ഞാൻ പ്രകാശിച്ച് അവർക്ക് പകർന്ന പ്രകാശവും അവർ അറിയുന്നുണ്ടോ? എന്നെ കത്തിച്ച് വെച്ചെടുത്ത് എനിക്ക് ചുറ്റും എൻ്റെ തലയിൽ കൊളുത്തിയ നിർജ്ജീവമായ കുറേ കൊള്ളികൾ കിടക്കുന്നുണ്ട്. തണുത്തുറഞ്ഞ രാത്രിയിൽ മന്ദമായി വീശുന്ന കാറ്റിൽ എൻ്റെ നാളങ്ങൾക്ക് ചാഞ്ചാട്ടം കൂടുന്നുണ്ടായിരുന്നു. ആ ചാഞ്ചാട്ടത്തിൽ ഞാൻ കൂടുതലായി ഉരുകുകയാണ്. കഴിഞ്ഞ ദിനങ്ങളെക്കാൾ ഞാൻ ഉരുകി തീർന്നിരിക്കുന്നു. തണുത്ത ആ കാറ്റിൽ ഒരു കുട്ടിയൊഴികെ എല്ലാവരും മയങ്ങിയിരിക്കുന്നു. എൻ്റെ മങ്ങിയ പ്രകാശത്തിൽ വായിക്കുകയാണ് കുട്ടി. ഞാൻ ഉരുകിത്തീരുന്നതും ചാഞ്ചാട്ടത്തിൽ കൂടുതൽ വേഗത്തിൽ ഉരുകുന്നതും എൻ്റെ അവസാന നാളവും കുട്ടി അറിയുന്നില്ല. ഞാൻ തണഞ്ഞു തീർന്നു. അവിടമാക്കി കൂരിരുട്ട് പെട്ടെന്ന് വ്യാപിച്ചു. വിരിഞ്ഞ് പുകയായി മേലോട്ട് ഉയരുന്ന എൻ്റെ ആത്മാവിന് കുട്ടിയുടെ വിളി കേൾക്കാൻ കഴിയുന്നുണ്ട്. അമ്മേ, എണീക്കേ, മെഴുകുതിരി തീർന്നു. അമ്മേ, എണീക്കേ. കുട്ടി വിളിക്കുമ്പോഴും അമ്മയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു.